അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാമു അലാ റസൂലിഹിൽ അമീൻ വഅലാ ആലിഹി വസ്വഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദു. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. وقضى ربك ألا تعبدوا إلا إياه وبالوالدين إحسانا. ബഹുമാന്യരായ സഹോദരന്മാരെ, സഹോദരിമാരെ, സർവശക്തനായ അള്ളാഹുവിൻ്റെ നിയമങ്ങളും നിർദ്ദേശങ്ങളും ജീവിതത്തിൻ്റെ എല്ലാ സമയങ്ങളിലും സന്ദർഭങ്ങളിലും കൃത്യമായി കാത്തു സൂക്ഷിക്കണം എന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. അള്ളാഹുവിനെ സൂക്ഷിച്ച് ജീവിക്കുന്ന മുത്തഖികളാവാൻ സർവശക്തൻ നമുക്കേവർക്കും തൗഫീഖ് നൽകുമാറാവട്ടെ. ഈ ഒരുമിച്ച് കൂടലും പറയുന്നതും കേൾക്കുന്നതും ഇതിൻ്റെ പിന്നിലുള്ള മുഴുവൻ അധ്വാനങ്ങളും പരലോകത്ത് ഉപകരിക്കുന്ന സൽക്കർമ്മമായി പടച്ച റബ്ബ് സ്വീകരിക്കുമാറാവട്ടെ. കേരള നദ്വത്തുൽ മുജാഹിദീൻ്റെ ചലിക്കുന്ന യുവജന വിഭാഗമായ ഇത്തിഹാദ് ശുബ്ബാനുൽ മുജാഹിദീൻ സംസ്ഥാന വ്യാപകമായി പ്രഖ്യാപിച്ച ഒരു ക്യാമ്പയിനായിരുന്നു ഉസ്റത്തുൻ ഹസന എന്ന പേരിൽ ഏറെ പരിചിതമായ ഒരു ക്യാമ്പയിൻ. പ്രസ്തുത ക്യാമ്പയിനിന്റെ പ്രവർത്തനങ്ങളുടെ ഭാഗമായി ആലപ്പുഴ ജില്ലാ ISM കമ്മിറ്റി സംഘടിപ്പിക്കുന്ന വിശാലമായ കുടുംബ സംഗമത്തിലാണ് നമ്മൾ ഒത്തുകൂടിയിരിക്കുന്നത്. കേരള നദ്വത്തുൽ മുജാഹിദീനും അതിൻ്റെ യുവജന പ്രസ്ഥാനങ്ങൾ, വിദ്യാർത്ഥി പ്രസ്ഥാനം ഏതാവട്ടെ, ഏത് പോഷക സംഘടനയാവട്ടെ, ഒരു ക്യാമ്പയിൻ പ്രഖ്യാപിക്കുമ്പോൾ നിങ്ങൾ എപ്പോഴും ശ്രദ്ധിച്ചിട്ടുണ്ടാവും, ആ ക്യാമ്പയിൻ്റെ വിഷയം ആ കാലഘട്ടത്തിനോട് ഏറ്റവും യോജിക്കുന്ന വിഷയമായിരിക്കും. തൗഹീദും നബിശര്യയും തീവ്രവാദത്തിനെതിരെയുള്ള പോരാട്ടങ്ങളും ലഹരിക്കും മയക്കുമരുന്നിനുമെതിരെയുള്ള പോരാട്ടങ്ങളും സ്ത്രീധന ദുരാചാരങ്ങൾക്കെതിരെയുള്ള പോരാട്ടങ്ങളും ഒക്കെ വ്യത്യസ്ത കാലഘട്ടങ്ങളിലെ നമ്മുടെ ക്യാമ്പയിനുകളായിരുന്നു. ഇവിടെ ഉത്തമമായ ഒരു കുടുംബത്തിൻ്റെ നിർമ്മിതിക്കു വേണ്ടി, ആ കുടുംബത്തിൻ്റെ മഹത്വത്തെക്കുറിച്ച് സമൂഹത്തെ പഠിപ്പിക്കുന്നതിന് വേണ്ടി, എന്തിനാണ് കുടുംബമെന്ന് പുതിയ തലമുറക്ക് പറഞ്ഞു കൊടുക്കുന്നതിന് വേണ്ടി ഏറ്റവും കാലികമായ ഒരു വിഷയം തന്നെയാണ് ISM ഏറ്റെടുത്തത്. അതിന് തീർച്ചയായിട്ടും നമ്മുടെ ISMന്റെ പ്രവർത്തകർക്ക് നമ്മൾ നന്ദി പറയേണ്ടതുണ്ട്. അള്ളാഹു അവർക്ക് അർഹമായ പ്രതിഫലം നൽകട്ടെ. വർത്തമാനകാലത്ത് നടന്നുകൊണ്ടിരിക്കുന്ന പുതിയതാണ്, ആധുനികമാണ് എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്ന മുഴുവൻ സംവിധാനങ്ങളും അതിൻ്റെ ഏറ്റവും വലിയ ലക്ഷ്യമായിട്ട് അവർ കാണുന്നത് കുടുംബ വ്യവസ്ഥിതിയെ തകർക്കുക എന്നതാണ്. കുടുംബ വ്യവസ്ഥിതി ഇല്ലാതാക്കുക, കുടുംബമെന്ന സംവിധാനം ഇല്ലാതാക്കുക. സത്യത്തിൽ ഒരു 40 വയസ്സ് 50 വയസ്സൊക്കെ കഴിഞ്ഞ ആൾക്കാർ അത്ഭുതപ്പെട്ടു പോകും. ഈ ലോകത്തിലെ മനുഷ്യന് ആശ്വാസവും സമാധാനവും നൽകുന്ന ഈ കുടുംബത്തെ തകർത്തെറിഞ്ഞിട്ട് ഈ ലോകത്ത് ഇവർക്ക് എന്ത് കിട്ടാനാ? ഒരു വീട്ടിൻ്റെ ഉള്ളിൽ പ്രായമായ ബാപ്പ, അതിൻ്റെ തൊട്ടു പ്രായമുള്ള ഉമ്മ, പരസ്പരം സ്നേഹിച്ച് ജീവിക്കുന്ന ബാപ്പയും ഉമ്മയും, ആ ബാപ്പക്കും ഉമ്മക്കും സംരക്ഷണമായി മക്കളും മരുമക്കളും, അവരെ സ്നേഹം കൊണ്ട് പൊതിയുന്ന പേരമക്കളും. എന്തൊരു മനോഹരമായ സ്നേഹത്തിന്റെ കൂടാണ് നമ്മുടെ ഓരോ വീടും. വീട് എന്ന പദത്തിന് അറബിയിൽ ദാറുൻ അല്ലെങ്കിൽ ബൈത്ത് എന്നൊക്കെ പറയും. പക്ഷേ ഒരു കുടുംബം പാർക്കുന്ന വീടിന് നമ്മളെ പഠിപ്പിച്ച പേരെന്താന്ന് നിങ്ങൾ? മസ്കൻ എന്നാണ്. മസ്കൻ. മസ്കൻ എന്ന വാക്കിന്റെ അർത്ഥം സമാധാനം എന്നാണ്. സമാധാനം അഥവാ സമാധാനത്തിന്റെ കേന്ദ്രം എന്നാണ് മസ്കൻ എന്ന പദത്തിന്റെ അർത്ഥം.
ഒരു മനുഷ്യന്റെ ജീവിതത്തിൽ അവന് ഏറ്റവും അനിവാര്യമായ സംഗതി സമാധാനമാണ്. പണം, പ്രതാപം, സ്ഥാനമാനങ്ങൾ ഇതൊക്കെ അതിന്റെ താഴെയാണ്. അതൊക്കെ കിട്ടുമ്പോഴും ഒരു മനുഷ്യന് സമാധാനമില്ലാതെ വന്നാൽ അവന്റെ ജീവിതം എത്രമേൽ പ്രയാസകരമാകൂലേ. ഇന്നിങ്ങനെ ഞാനും സഹോദരൻ ഷെരീഫ് മേലേതിലും കൂടി ഞങ്ങളിങ്ങനെ വാഹനത്തിൽ യാത്ര ചെയ്തു വരുമ്പോൾ ഒരു സോഷ്യൽ മീഡിയയിലെ ഒരു ചെറിയ കുറിപ്പ്, അതായത് ആത്മഹത്യയുടെ അളവ് വർദ്ധിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ഈ ആത്മഹത്യയിൽ പുരുഷന്മാരാണത്രേ, സ്ത്രീകളെ അപേക്ഷിച്ച് പുരുഷന്മാരുടെ ആത്മഹത്യാ നിരക്ക് കൂടിക്കൂടി വരികയാണ്. അതിന്റെ കാരണമായി പറഞ്ഞത് മനസ്സംഘർഷങ്ങളാണ്. ഒരു പുരുഷന് അവന്റെ പ്രയാസങ്ങളും അവന്റെ ബുദ്ധിമുട്ടുകളും ജീവിത വ്യവഹാരങ്ങളിൽ രണ്ടറ്റങ്ങളെ കൂട്ടിമുട്ടിക്കാൻ അവൻ അനുഭവിക്കുന്ന പ്രയാസങ്ങളും അത് ആരോടും പറയാനില്ല. ഉമ്മാന്റെ ഇടങ്ങേറ് ബാപ്പാനോട് പറയും, മക്കളെ ഇടങ്ങേറ് ഉമ്മാനോട് പറയും, ഉമ്മ അത് ബാപ്പാനോട് പറയും. പേരക്കുട്ടികളുടെ പ്രയാസങ്ങള് ഉമ്മാനോട് പറയും, ഉമ്മയത് ബാപ്പാനോട് പറയും. ഈ ബാപ്പാന്റെ പ്രയാസം ആരോടെ പറയാം? ബാപ്പാന്റെ ഇടങ്ങേട് ആരോടെ പറയാ? മകൾക്ക് കല്യാണം വേണം, ഇത്ര പണം ഉണ്ടാക്കണം, ബാപ്പ നെട്ടോട്ടം ഓടണം. അതുപോലെ തന്നെ വിദ്യാഭ്യാസത്തിന് ഇത്ര പണം വേണം, എവിടുന്ന കിട്ടുക? ബാപ്പ നെട്ടോട്ടം ഓടണം. അവസാനം മനസ്സംഘർഷങ്ങൾ ഒരാളോട് പങ്കുവെക്കാനില്ലാതെ ഹൃദയം പൊട്ടി ആത്മഹത്യാ മുനമ്പിലേക്ക് നടന്നെടുക്കുന്ന ആണുങ്ങളുടെ എണ്ണം നമ്മുടെ കേരളക്കരയിൽ ക്രമാതീതമായി വർദ്ധിക്കുന്നു എന്നാണ് ആ വാർത്ത ബോധ്യപ്പെടുത്തുന്നത്. ഞാൻ സൂചിപ്പിച്ചത് ഒരു മനുഷ്യന്റെ ജീവിതത്തിന്റെ സമാധാനമാണ് അവന്റെ കുടുംബം. അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരു കുടുംബത്തിന്റെ നിർമ്മിതി അഥവാ ഒരു കുടുംബത്തിന്റെ നിർമ്മിതി എന്ന് പറയുന്നത് അതൊരു വിവാഹമാണല്ലോ. ഒരു വിവാഹത്തിലൂടെയാണ് ഒരു കുടുംബത്തിലെ ചെറുപ്പക്കാരനും മറ്റൊരു കുടുംബത്തിലെ ചെറുപ്പക്കാരിയും കൂടി ചേർന്ന് ഒരു കുടുംബം ഉണ്ടാകുന്നത് വിവാഹത്തിലൂടെയാണ്. ആ വിവാഹത്തെ പറ്റി പറഞ്ഞപ്പോ അല്ലാഹു തആല വിശുദ്ധ ഖുർആനിൽ പറഞ്ഞത്, അല്ലാഹു നിങ്ങൾക്ക് ഒരു ഇണയെ ഉണ്ടാക്കി തന്ന് ആ ഇണയുടെ കൂടെയുള്ള ഒരു ജീവിതം നിശ്ചയിച്ചത് ലിതസ്കുനു ഇലൈഹ, സമാധാനം ഉണ്ടാവാനാണ്. സമാധാനം ഉണ്ടാവാൻ. ഒരു മനുഷ്യൻ അവന് പ്രയാസമുണ്ടാകുമ്പോ, സങ്കടമുണ്ടാകുമ്പോ, ഉത്കണ്ഠകൾ ഉണ്ടാകുമ്പോ, സംഘർഷങ്ങൾ ഉണ്ടാകുമ്പോ അവന്റെ ജീവിതത്തിൽ ആദ്യമായിട്ട് അവന്റെ മനസ്സിലേക്ക് കയറി വരേണ്ടത് അവന്റെ കുടുംബമാണ്, അവന്റെ വീടാണ്. വീട്ടിലേക്ക് ചെന്നാൽ തീരുന്ന പ്രശ്നം, വീട്ടിലേക്ക് കയറി ചെന്നാൽ തണുത്തു പോകുന്ന മനസ്സ്, വീട്ടിലേക്ക് കയറി ചെന്നാൽ സന്തോഷിക്കുന്ന ഒരു ജീവിതം, അതാണ് ഒരു കുടുംബ ജീവിതത്തിലൂടെ ഇസ്ലാം ഉദ്ദേശിക്കുന്നത്. നമ്മളൊക്കെ നമ്മുടെ കൂട്ടത്തിലെ മഹാഭൂരിപക്ഷം ആളുകളും ആ കുടുംബത്തിന്റെ സമാധാനം അനുഭവിക്കുന്നവരാണ്. അതറിയണമെങ്കിൽ നമ്മുടെ യൂറോപ്യൻ രാജ്യങ്ങളിലേക്ക്, പാശ്ചാത്യൻ രാജ്യങ്ങളിലേക്ക്, നമ്മുടെ നാട്ടിൽ നിന്ന് ഈ വിശുദ്ധ നഗരങ്ങൾ എന്ന് പറഞ്ഞ് ഇസ്രയേല്, ഫലസ്തീന്, തുർക്കി ആ രാജ്യങ്ങളിലേക്കൊക്കെ കണ്ടമാനം ആളുകൾ വിനോദയാത്രയ്ക്ക് വേണ്ടി പോകാറുണ്ടായിരുന്നു. ചില ആളുകളൊക്കെ മതപരമായ ഒരു ചടങ്ങായിട്ടും അതിനെ കാണാറുണ്ട്. എന്നാൽ അത്തരം യാത്ര സംഘടിപ്പിക്കുന്ന കേരളത്തിലെ ഒരു പ്രമുഖമായ ഒരു സംവിധാനം, ഒരു വ്യക്തി എന്നോട് പറഞ്ഞത്, ഇസ്രയേലിലേക്ക് പോകുന്ന ആളുകളിൽ ബൈത്തുൽ മുഖദ്ദസിലേക്ക് വെള്ളിയാഴ്ച ജുമാക്ക് കയറിയാല്, വെള്ളിയാഴ്ച ജുമാക്ക് കണക്കാക്കിയാണ് ബൈത്തുൽ മുഖദ്ദസിലെത്തുക. വിശുദ്ധ ഹറം, മക്കയിലെ ഹറം, മദീനയിലെ മസ്ജിദ് നബവി, പിന്നെ മുസ്ലിങ്ങളെ സംബന്ധിച്ച് ഏറ്റവുമേറെ പ്രതിഫലാർഹമായ മൂന്നാമത്തെ പള്ളിയാണല്ലോ ബൈത്തുൽ മുഖദ്ദസ്, മസ്ജിദുൽ അഖ്സ. അപ്പൊ മസ്ജിദുൽ അഖ്സയിലേക്ക് ജുമാക്ക് പോകും. ജുമാ കഴിഞ്ഞിട്ട് എല്ലാവരും തിരിച്ചു വന്നിട്ട് എല്ലാവരും നിൽക്കേണ്ട ഒരു പോയിന്റ് നേരത്തെ കാണിച്ചു കൊടുക്കും. 50 ആള് ഗ്രൂപ്പിലുണ്ടെങ്കിൽ നിസ്കാരം കഴിഞ്ഞ് 50 ആളും ഇവിടെ വന്ന് നിൽക്കണം എന്നാ പറയാം. പക്ഷേ കുറച്ചു കാലമായിട്ട്, അഥവാ ഗസയിലെ ഇസ്രയേലിന്റെ അക്രമത്തിന്റെ തൊട്ട് മുമ്പ് വരെ 50 ആളുകൾ പള്ളിൻ്റെ ഉള്ളിൽ കയറിയാല് 25 ആൾക്കാരെ പുറത്ത് കാണുള്ളൂ, ബാക്കി 25 ആളെ കാണാനല്ല. എന്താ സംഭവം എന്നറിയോ? ആ 25 ആളുകള് ആ പള്ളിക്കുള്ളിൽ നിന്ന് മറ്റു വാതിലുകളിലൂടെ അവർ പുറത്തേക്ക് പോയിട്ട് ചാടിപ്പോയി എന്നാ പറയാ. എങ്ങോട്ടാ ചാടിപ്പോണെന്നറിയോ? ആ നാട്ടിൽ അവർക്ക് ജോലിയുണ്ട്. ഇസ്രയേലിൽ ഇങ്ങനെ ചാടിപ്പോകുന്ന ആളുകൾക്ക് ജോലിയുണ്ട്. എന്താ ജോലി എന്നറിയോ? വൃദ്ധന്മാരായ ആളുകളെ പരിചരിക്കുക. വൃദ്ധന്മാരായ ആളുകളെ, വയസ്സായ ആണും പെണ്ണുമുണ്ട്, പരിചരിക്കാൻ ആളില്ലാതെ വലിയ സാമ്പത്തിക ശേഷിയുള്ള വീടുകളിൽ അവർ ഒറ്റക്ക് കിടക്കുന്നുണ്ട്. അവരെ പരിചരിക്കാൻ ആള് വേണം. അത് വീട്ടിന്റെ ഉള്ളിലായതുകൊണ്ട് വിസയും പേപ്പറും ഒന്നും പ്രശ്നമല്ല. പള്ളിയിൽ നിന്ന് ചാടിയാലേ അവരെ കൊണ്ടുപോകാൻ ആളുണ്ട്. അവര് വീടിന്റെ ഉള്ളിൽ കൊണ്ടുപോയാക്കും.
പണ്ടൊക്കെ ഗൾഫിലേക്ക് ഉംറ വിസക്ക് പോയിട്ട് ആളുകൾ ജോലിയിലേക്ക് ചാടിപ്പോവാറില്ലേ? സമാനമായ സംഗതികൾ. എന്താ സംഭവം? അങ്ങനെ വൃദ്ധന്മാരായിട്ട് ജനിക്കുന്ന മനുഷ്യന്മാരുണ്ടോ ഈ ലോകത്ത്? വൃദ്ധകളായിട്ട് ജനിക്കുന്ന മനുഷ്യന്മാരുണ്ടോ? ഇല്ലല്ലോ. കുട്ടികളായി, യുവാക്കളായി, മധ്യാഹ്നത്തിലെത്തി, പിന്നെ വാർദ്ധക്യത്തിലേക്ക് നടന്നു പോവല്ലേ എല്ലാവരും. എന്റെ നമ്മളെ വീട്ടിലൊന്നും വൃദ്ധന്മാരെ സംരക്ഷിക്കാൻ ആളെ വേണ്ടാത്തത്? എന്റെ വാപ്പ, എന്റെ ഉമ്മ, എന്റെ ഉപ്പ എന്റെ വീട്ടിൽ വൃദ്ധന്മാരായിട്ട് ജീവിച്ചു. അവരെ സംരക്ഷിക്കാൻ നമ്മൾ പുറത്തുനിന്ന് ആളെ നോക്കേണ്ടി വന്നിട്ടില്ലല്ലോ. എന്തേ കാരണം? അവർ ജീവിക്കുന്നത് ഒരു കുടുംബത്തിലാണ്. കുടുംബത്തിന്റെ അർത്ഥം എന്താണെന്നും കുടുംബത്തിന്റെ ആശയം എന്താണെന്നും കുടുംബം എന്തിനാണെന്നും അറിയുന്ന ഒരു തലമുറയിലാണ് അവർ ജീവിക്കുന്നത്. പക്ഷേ എന്റെ മുമ്പിൽ ഇരിക്കുന്ന ഈ മുടി നരക്കാൻ പോകുന്ന മുഴുവൻ ആണുങ്ങളോടും പെണ്ണുങ്ങളോടും ബാപ്പമാരോടും ഉമ്മമാരോടും എനിക്ക് പറയാനുള്ളത്, നമ്മൾ ഇത്തിരി കൂടി ശ്രദ്ധിച്ചിട്ടില്ലെങ്കിൽ നമ്മുടെ വീടകങ്ങളിൽ നമ്മളെ പരിചരിക്കാൻ കൂലിക്കാള വെക്കേണ്ട കാലം ഒരുപാട് ദൂരെയൊന്നും അല്ല എന്ന് മനസ്സിലാക്കണം. അതിനാരും നമ്മളെ മക്കളെ കുറ്റം പറയുന്ന കേട്ടോ. നമ്മളെ മക്കൾ നല്ല മക്കളാ, നമ്മുടെ കുട്ടികൾ നല്ല കുട്ടികളാണ്. പക്ഷേ ആ നല്ല കുട്ടികളായ നമ്മുടെ മക്കളുടെ മനസ്സുകളിൽ വേണ്ടാത്ത ചില വിഷം കലർത്തി ആ മക്കളെ വീടിന്റെ അകത്തളങ്ങളിൽ നിന്ന് പുറത്തേക്ക് വലിച്ചു കൊണ്ടുപോകാൻ സംവിധാനങ്ങൾ എമ്പാടും നമ്മുടെ നാട്ടിലുണ്ട്. കുടുംബം എന്നത് സ്വാതന്ത്ര്യത്തിന് വിഘാതമാണെന്നും കുടുംബത്തിലുള്ളവരോടുള്ള പരിഗണനയും അവരോടുള്ള കടപ്പാടുമൊക്കെ ജീവിതത്തിന്റെ സൗന്ദര്യത്തെ ഇല്ലാതാക്കുമെന്നും അതുകൊണ്ട് എല്ലാ കടമകളെയും എല്ലാ കടപ്പാടുകളെയും മറന്നേക്കുക. ഞാൻ എന്റെ ശരീരം, എന്റെ ഇഷ്ടം, എന്റെ തൃപ്തി, എന്റെ സ്വാതന്ത്ര്യം, അതിന് ഉമ്മ തടസ്സമായി കൂടാ, ബാപ്പ തടസ്സമായി കൂടാ, കുടുംബം തടസ്സമായി കൂടാ, വിവാഹം തടസ്സമായി കൂടാ, ഭർത്താവ് തടസ്സമായി കൂടാ, ഭാര്യ തടസ്സമായി കൂടാ, മക്കൾ പോലും തടസ്സമായി കൂടാ. എനിക്ക് സ്വതന്ത്രമായി ജീവിക്കണം. ഇത്തരം ചിന്താഗതികളുള്ള ചില പെൺകുട്ടികളൊക്കെ 20, 21, 22, 23, 25 വയസ്സായിട്ടും ഒരുപാട് കല്യാണങ്ങൾ വരുമ്പോ സമ്മതിക്കാതെ വരുമ്പോ ചില രക്ഷിതാക്കൾ വിളിക്കാറുണ്ട്, ഉസ്താദേ എന്റെ മോളോടൊന്ന് സംസാരിക്കോ. അപ്പൊ നമ്മൾ ആ മോളെ വിളിക്കാറുണ്ട്. ആ മോളെ വിളിച്ചിട്ട്, എന്താ മോളെ ഇങ്ങനെയൊക്കെ, ബാപ്പിമ്മയും എത്ര കാലായി നിന്റെ ഒരു വിവാഹം കാത്തു നിൽക്കുന്നു, എന്താ നീ സമ്മതിക്കാത്തത്? അപ്പൊ കുട്ടികൾ മനസ്സ് തുറക്കുകയാണ്. എന്തിനാണ് ഉസ്താദേ വിവാഹം? വിവാഹം എന്നൊക്കെ പറയുന്നത് സ്വാതന്ത്ര്യത്തിൽ മേലുള്ള വലിയ ആഘാതമല്ല ഉണ്ടാക്കുന്നത്. ഇഷ്ടമുള്ള ആളുകളുടെ കൂടെ ജീവിക്കട്ടെ, ഇഷ്ടമുള്ള ആളുകളുടെ കൂടെ ജീവിക്കട്ടെ. ആ ഇഷ്ടം തീരുമ്പോ പിരിഞ്ഞു പോരട്ടെ. എന്തിനാണ് ഈ വിവാഹത്തിന്റെ കെട്ടുപാടുകളൊക്കെ എന്ന് ചോദിക്കുന്ന തലമുറ. ഞാൻ ആ കുട്ടിയോട് ചോദിച്ചത്, പൊന്നാര മോളെ ഇപ്പൊ എത്ര വയസ്സായി? വയസ്സ് 25ആയി. അതെ, ഇനി ഇപ്പൊ നിനക്കുള്ള ആളുകൾ കണ്ടാൽ ആകർഷിക്കുന്ന നിന്റെ ശരീരം, അതിന്റെ മിനുമിനുപ്പ്, അതിന്റെ സൗന്ദര്യം, നിന്റെ കരുത്ത്, ഈ ശക്തിയൊക്കെ എത്ര കാലം ഉണ്ടാകും? ഒരു 40 വയസ്സ് വരെ, 45 വയസ്സ് വരെ, വേണ്ട 50 വരെ, ഇനി അത്ഭുതമായാൽ 60 വരെ. ഞാൻ പറഞ്ഞു 60 വയസ്സാകുമ്പോ ചുക്കിച്ചുളിഞ്ഞ മുടിയും വളഞ്ഞുപോയ ശരീരവും നരച്ച മുടിയും മുഖവുമൊക്കെയായി നീ ജനങ്ങൾക്ക് മുമ്പിലെത്തുമ്പോ ആരാണ് മോളെ നിന്നെ ഒന്ന് പരിചരിക്കാൻ? ഒന്ന് തലകറങ്ങി വീണാൽ താങ്ങിയെടുത്ത് ആശുപത്രി എത്തിക്കാൻ വേണ്ട ഒരു 4 ദിവസം ഒപ്പം കെട്ട് വയറ്റുന്നു പോയാൽ, ഒരു 4 ദിവസം. ഞാൻ എൻ്റെ മക്കളോടൊക്കെ പറയാറുണ്ട്, സോഷ്യൽ മീഡിയയിലൊക്കെ ഫ്രണ്ട്സിന്റെ അക്കം കാണിച്ച് 1000 ഫ്രണ്ട്സ് ഉണ്ട്, 10,000 ഫോളോവേഴ്സ് ഉണ്ട് എന്നൊക്കെ പറയുന്ന മക്കളോട് ഞാൻ പറയാറുണ്ട്, ഒരാഴ്ച ഒന്ന് നന്നായിട്ട് വയറ്റുന്നു പോയി ആശുപത്രിയിൽ അഡ്മിറ്റ് ആയാലേ ഒരു ഫോളോവേഴ്സ് ഉണ്ടാവില്ല, ആരുണ്ടാവില്ല. തലയിണയുടെ ഭാഗത്ത് സങ്കടപ്പെട്ടിരിക്കുന്ന ഒരു ഉമ്മയും തൂക്കുപാത്രം കയ്യിൽ പിടിച്ച് കുറിയരി കഞ്ഞിക്ക് വേണ്ടി ഓടുന്ന വയസ്സായ ഒരു ബാപ്പയും അല്ലാതെ ആരെയാണ് മക്കളെ നമ്മുടെ ജീവിതത്തിൽ പ്രതീക്ഷിക്കാനുള്ളത് എന്ന് ഞാൻ പലപ്പോഴും മക്കളോട് ചോദിക്കാറുണ്ട്. അതുകൊണ്ട് ഞാൻ എൻ്റെ സംസാരത്തിന്റെ ആദ്യ ഭാഗം പറഞ്ഞു വെക്കുന്നത്, ഇവിടെ എനിക്ക് മുമ്പുള്ള സംസാരങ്ങളിലൊക്കെ ഈ വിഷയം പറഞ്ഞിട്ടുണ്ടാവാം. കുടുംബം എന്നത് സമാധാനത്തിനുള്ളതാണ്. ആ കുടുംബത്തിലെ ഓരോരുത്തരും തമ്മിലുള്ള ബന്ധമുണ്ടല്ലോ, ആ ബന്ധം സമാധാനത്തിന് വേണ്ടി നിർമ്മിക്കപ്പെട്ട ബന്ധമാണ്. ഞാൻ എൻ്റെ ഒരു അനുഭവം പല സ്ഥലങ്ങളിലും പങ്കുവെക്കാറുണ്ട്. കോഴിക്കോട് ജില്ലയിലെ സ്വകാര്യ ആശുപത്രിയുടെ ICUവിൽ കിടക്കുന്ന വളരെ പ്രായം ചെന്ന ഒരു മനുഷ്യനെ സന്ദർശിക്കാൻ ചെന്ന് ഡോക്ടറുടെ പ്രത്യേക അനുവാദത്തോടു കൂടിയാണ് എനിക്ക് പ്രവേശനം കിട്ടിയത്. ഞാൻ അദ്ദേഹത്തിന് വേണ്ടി പ്രാർത്ഥിച്ചു, അദ്ദേഹത്തോട് സലാം പറഞ്ഞു. തിരിച്ചു പോരാൻ നേരത്തെ എൻ്റെ കയ്യിൽ പിടിച്ചിട്ട് അയാൾ പറഞ്ഞത്, 10-75 വയസ്സ് കഴിഞ്ഞിട്ടുണ്ട്, അദ്ദേഹം പറഞ്ഞത് അവളെ ഒന്ന് കൊണ്ടുവരാൻ പറ്റുമെന്നാ.
അവളാരാന്ന് എനിക്കറിയാം, അദ്ദേഹത്തിന്റെ ഭാര്യയാണ്. മാത്രമല്ല ആ ഭാര്യ 10 കൊല്ലമായിട്ട് അവൾ ശരീരം തളർന്ന് കിടപ്പിലാണ്, ഒരനക്കമല്ല. കണ്ണിലേക്ക് നോക്കിയാൽ കണ്ണീരിങ്ങനെ പൊടിയുമെന്നല്ലാതെ വേറെ ഒരു ജീവന്റെ അടയാളമില്ല. അങ്ങനെ കിടക്കുന്ന ഒരു സ്ത്രീയാണ്. അവരെയാണ് ഈ ഭർത്താവ് കാണാൻ ആഗ്രഹിക്കുന്നത്. ഞാൻ പറഞ്ഞു, ഒരുപാട് പ്രയാസപ്പെടണ്ടേ, എത്ര ഇടങ്ങേറാണ് ആംബുലൻസിലൊക്കെ കയറ്റി താങ്ങിപ്പിടിച്ച് അവരെ കൊണ്ടുവരിക എന്നത്. വലിയ പ്രയാസമല്ലേ? ഇവിടെ മക്കളുണ്ട്, പേരക്കുട്ടികളുണ്ട്, ഡോക്ടർമാര്, നഴ്സുമാര് എല്ലാവരും ഉണ്ടല്ലോ. അവരെ ബുദ്ധിമുട്ടിക്കണോ? കണ്ണ് നിറഞ്ഞുകൊണ്ട് ആ പ്രായം ചെന്ന മനുഷ്യൻ പറഞ്ഞ മറുപടി എന്താ അറിയോ? അവളെ ഒന്ന് കണ്ടാൽ തീരാവുന്ന പ്രശ്നമേ എനിക്കുള്ളൂ. കല്യാണം കഴിച്ച ചെറുപ്പക്കാരായ ചില പുരുഷന്മാര്, സ്ത്രീകൾക്കൊക്കെ തോന്നലുണ്ടേ, കുറച്ച് കഴിഞ്ഞാല് നമ്മുടെ ലൈംഗികമായ ശക്തിയൊക്കെ കഴിഞ്ഞാല് പിന്നെന്ത് കുടുംബ ബന്ധം? ആകെ ബന്ധത്തിന്റെ അടിസ്ഥാനം ലൈംഗികതയല്ലേ? അത് നിന്നുപോയാല്, പ്രായം തെറ്റിയാല്, ഈ വയസ്സുകാലത്ത് പിന്നെന്ത് ബന്ധം ഉണ്ടാവുക? എന്റെ പ്രിയപ്പെട്ട അധ്യാപകനായിരുന്ന KK മുഹമ്മദ് സുല്ലമി, അദ്ദേഹത്തിന്റെ കാലഘട്ടത്തിൽ ആൾക്കാരോട് ചോദിച്ചാൽ അറിയാം, കുടുംബജീവിതം എന്ന വിഷയം ഏറ്റവും മനോഹരമായി അവതരിപ്പിക്കുന്ന പണ്ഡിതനായിരുന്നു. അദ്ദേഹം പറയാറുണ്ട്, ഭാര്യയും ഭർത്താവും തമ്മിലുള്ള സ്നേഹം എന്ന് പറയുന്നത് കുറുന്തോട്ടി പോലെയാണെന്നാ. കുറുന്തോട്ടി അറിയാലോ, ചെറിയ ഒരു ദുർബലമായ ചെടിയാണ് ഈ കുറുന്തോട്ടി. വൈദ്യശാപ്പിലൊക്കെ കഷായത്തിന് ഉപയോഗിക്കുന്ന ഒരു ചെടിയാ കുറുന്തോട്ടി. ദുർബലമാണ്. പക്ഷെ ആ കുറുന്തോട്ടി ചെടിയുടെ പ്രത്യേകത എന്താ അറിയാം? അത് ഉണങ്ങും തോറും അതിന്റെ ബലം ഇങ്ങനെ കൂടിക്കൂടി വരും. നല്ല ഉണങ്ങിയ കുറുന്തോട്ടിണ്ടല്ലോ, ഇരുമ്പ് കമ്പി പോലെ ഇരിക്കും. അദ്ദേഹം എപ്പോഴും പറയാറുണ്ട്, ഭാര്യയും ഭർത്താവും തമ്മിലുള്ള സ്നേഹം എന്ന് പറയുന്നത് ഈ കുറുന്തോട്ടി പോലെയാണെന്ന്. വയസ്സാകും തോറും പിരിയാൻ പറ്റാത്ത വിധം അടുത്തടുത്ത് വരുക. ഞാൻ ഇവിടുത്തെ മക്കളോടൊരു കാര്യം പറയട്ടെ, നിങ്ങളൊക്കെ വീട്ടില് 60 70 ഒക്കെ വയസ്സായ ഒരു വാപ്പുണ്ടെങ്കിൽ ളുഹ്ർ നിസ്കാരം പള്ളിയിൽ നിസ്കരിച്ച് വെയിലത്ത് ചൂടായിട്ട് നമ്മുടെ വാപ്പ വീട്ടിലേക്ക് കയറി വന്ന് വീടിന്റെ വരാന്തയിലെ കസേരയിൽ ഇരുന്ന് തോർത്തുമുണ്ട് ഇങ്ങനെ വീശിക്കൊണ്ടിരിക്കുമ്പോ ആ വീട്ടിലെ മക്കളോ മരുമക്കളോ ഒരു ഗ്ലാസ് കഞ്ഞിവെള്ളം അല്ലെങ്കിൽ പച്ചവെള്ളം ബാപ്പാന്റെ കൈ കൊണ്ടുപോയി കൊടുക്കുമ്പോ നമ്മുടെ മുഖത്തേക്ക് നോക്കാതെ ബാപ്പ ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്, ഉമ്മ എവിടെ? എന്തേത്? ഉമ്മ രാജ്യം വിട്ടു പോയിട്ടൊന്നും ഉണ്ടാവില്ല, ബാപ്പക്കറിയാം. പിന്നെ എന്തെയാ ചോദ്യം നിറങ്ങള്? ആ വെയിലിന്റെ ചൂടിൽ ക്ഷീണിച്ച് വീട്ടിലേക്ക് കയറി വരുമ്പോ വീടിന്റെ ഉമ്മറപ്പടിയിൽ ആ ബാപ്പ ആഗ്രഹിച്ചത് വയസ്സായ 60 70 കഴിഞ്ഞ കണ്ണ് കാണാത്ത, കാത് കേൾക്കാത്ത, ആ പ്രായം ഏറെയായി തളർത്തിക്കളഞ്ഞ, ഉയരം കുറഞ്ഞ ആ വല്യമ്മയുണ്ടല്ലോ, ആ ബാപ്പാന്റെ ഉമ്മ. ആ ഉമ്മയെ ആ വാതിൽക്കൽ കാണാൻ ആഗ്രഹിച്ചിട്ടുണ്ട് ആ വാപ്പ മാത്രല്ല, കല്യാണം കഴിച്ച ഈ മനുഷ്യന്മാരോടൊക്കെ ഞാൻ ചോദിക്കട്ടെ, നമ്മളൊക്കെ നമ്മുടെ വീട്ടിലേക്ക് കയറി ചെല്ലുമ്പോഴേ ഒരു 50 ആൾക്കാരുടെ ചെരുപ്പ് നമ്മുടെ വീടിന്റെ മുറ്റത്തുണ്ടെങ്കിലും നമ്മൾ വീട്ടിൽ ചെല്ലുമ്പോൾ എടീന്ന് വിളിക്കുമ്പോൾ എന്തോന്ന് വിളി കേൾക്കാൻ നമ്മുടെ ഭാര്യ അകത്തില്ലെങ്കിൽ നമ്മൾ അനുഭവിക്കുന്ന ഒരു ശൂന്യതയില്ലേ? അത് നികത്താൻ ഈ ഭൂമിയിൽ ആർക്കാ സാധിക്കുക? ഇത്രമാത്രം ഒരു മനുഷ്യന്റെ ജീവിതത്തിലേക്ക് സമാധാനം തരുന്ന ഒരു കുടുംബ ജീവിതത്തിനെ തകർത്തിട്ട് ഈ ലോകത്തിന് എന്ത് കിട്ടാനാ എന്ന് ചിലപ്പോഴൊക്കെ നിങ്ങൾ ചിന്തിക്കാറില്ലേ? പ്രിയപ്പെട്ടവരെ, ആ ചോദ്യത്തിന്റെ ഉത്തരമാണ് നിങ്ങൾ കണ്ടെത്തേണ്ടതും ആ ഉത്തരമാണ് പുതിയ തലമുറക്ക് നമ്മൾ കൈമാറേണ്ടതും. അവർ ചോദിക്കുന്നുണ്ട്, എന്തിനാണ് ഈ കെട്ടുപാടുകളൊക്കെ? സ്വതന്ത്രമായിട്ട് ജീവിച്ചൂടെ? അവനാന്റെ കാര്യം നോക്കി, അവനാന്റെ ഇഷ്ടം. ഇത് വയസ്സായ അമ്മ, വയസ്സായ ബാപ്പ, കുടുംബത്തിന്റെ പ്രാരാബ്ദങ്ങൾ, ഇതൊക്കെയായിട്ട് എപ്പോഴാ പിന്നെ ജീവിക്കാൻ സമയമുള്ളത്? അവർക്കറിയില്ലല്ലോ. ഒരു മനുഷ്യന്റെ ജീവിതത്തിന്റെ സമാധാനം എന്ന് പറയുന്നത് തന്റെ കുടുംബത്തിന് വേണ്ടി അധ്വാനിക്കുന്ന അധ്വാനമാണ് എന്ന് ഇവർ തിരിച്ചറിയുന്നില്ല. ഇവരൊക്കെ മനസ്സിലാക്കിയത് സമാധാനം എന്ന് പറഞ്ഞാല് കടൽ തീരങ്ങളിൽ കൈകൾ ചേർത്ത് പിടിച്ച് നടക്കുന്നതും ഹോട്ടൽ റൂമുകളിൽ ഒറ്റക്ക് കിടക്കുന്നതും ഒക്കെയാണ് സമാധാനം എന്ന് വിശ്വസിക്കുന്ന ഒരു തലമുറക്ക് നമുക്ക് പറഞ്ഞു കൊടുക്കേണ്ട. മരുഭൂമിയിലെ തീക്കനൽ പോലത്തെ മണൽത്തരികളിൽ അധ്വാനിക്കുമ്പോഴും തന്റെ അധ്വാനം കൊണ്ട് തന്റെ കുടുംബം പുലരുന്നുണ്ട്, സന്തോഷിക്കുന്നുണ്ട് എന്നറിയുമ്പോ ആ സൂര്യന്റെ വെയിൽ പോലും ചന്ദ്രന്റെ നിലാവായി മാറുന്ന ഒരു സന്തോഷത്തെ കുറിച്ച് പുതിയ തലമുറക്ക് അറിയില്ല. അത് പഠിപ്പിച്ചു കൊടുക്കാൻ പഴയ തലമുറക്കൊണ്ട് സമയം കിട്ടിയിട്ടില്ല. എനിക്ക് സംസാരിക്കേണ്ടത് മാതാപിതാക്കളെ കുറിച്ചും മക്കളെ കുറിച്ചുമാണ്. ഒരു കുടുംബത്തിന്റെ ഏറ്റവും കാതലായ 2 ഭാഗങ്ങളാണ്. ഒന്ന് മാതാപിതാക്കളും, അതേപോലെ ആ മാതാപിതാക്കളുടെ മക്കളും. അഥവാ എന്നെ സംബന്ധിച്ച് എന്റെ മാതാപിതാക്കൾ, എന്റെ മക്കൾ, എന്റെ കുടുംബ ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ചിന്ത. അല്ലാഹു തആല വിശുദ്ധ ഖുർആനിൽ വളരെ കൃത്യമായി പഠിപ്പിക്കുന്ന ഒരു സംഗതി, പ്രാപഞ്ചിക സത്യം പോലെ, ഈ പ്രപഞ്ചത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സംഗതി പോലെ അല്ലാഹു തആല വിശുദ്ധ ഖുർആനിൽ പറയണേ, ഒരു മനുഷ്യൻ
അവൻ വളർന്ന് വലുതായി 40 വയസ്സായി. 40 വയസ്സായി. എന്താ 40 വയസ്സിന്റെ പ്രത്യേകത? 40 ഒരു മനുഷ്യന്റെ ജീവിതത്തിലെ ആരോഗ്യത്തിന്റെ, ബുദ്ധിയുടെ, വിവേകത്തിന്റെ ഏറ്റവും പൂർണ്ണമാകുന്ന കാലമെന്നാണ് പൊതുവെ അംഗീകരിക്കപ്പെടുന്നത്. അങ്ങനെ ഒരു മനുഷ്യന് 40 വയസ്സായി. 40 വയസ്സായ ആ മനുഷ്യൻ തന്റെ റബ്ബിനോട് നടത്തുന്ന ഒരു പ്രാർത്ഥനയുണ്ട്. എപ്പോഴാണ് നമ്മൾ പ്രാർത്ഥിക്കാറുള്ളത്? നമ്മുടെ മനസ്സിന്റെ ഉള്ളിൽ ഒരാഗ്രഹം ഉണ്ടാവുകയും ആ ആഗ്രഹത്തിന്റെ പൂർത്തീകരണത്തിന് കഴിവ് കിട്ടാൻ വേണ്ടി നമ്മൾ റബ്ബിനോട് പ്രാർത്ഥിക്കുകയും ചെയ്യുമല്ലേ? ഇവിടെ എന്താ പ്രാർത്ഥന അറിയോ? റബ്ബി ഔസിഅനി അൻ അഷ്കുറ നിഅമതകല്ലതി അൻഅംത അലയ്യ വഅലാ ആലി വാലിദയ്യ എന്ന് പറഞ്ഞിട്ട് അയാൾ പ്രാർത്ഥിക്കാണ്. അല്ലാഹുവേ, നീ എനിക്ക് ചെയ്തു തന്ന ഒരുപാട് അനുഗ്രഹങ്ങൾ ഉണ്ടല്ലോ റബ്ബേ, ആ അനുഗ്രഹങ്ങൾക്ക് നന്ദി കാണിക്കാൻ അല്ലാഹുവേ എനിക്ക് നീ അവസരം തരണം, അതിന്റെ സന്മനസ് നീ എനിക്ക് തരണം. അതുപോലെ എൻ്റെ റബ്ബേ, എൻ്റെ മാതാപിതാക്കൾക്ക് എന്നെ പോറ്റി വളർത്തി ഞാൻ ഇന്ന് കാണുന്ന ഈ അവസ്ഥയിലേക്ക് എന്നെ എത്തിക്കുവാൻ വേണ്ടി ജീവിതത്തിലുടനീളം കഷ്ടപ്പാടിന്റെ വേദന സഹിച്ച എൻ്റെ മാതാപിതാക്കൾക്ക്, ആ മാതാപിതാക്കൾക്ക് നീ ചെയ്തു കൊടുത്ത അനുഗ്രഹം റബ്ബേ, ആ അനുഗ്രഹങ്ങൾക്ക് നന്ദി കാണിക്കാനും എനിക്ക് നീ അവസരം നൽകണമേ റബ്ബേ. തീർന്നില്ല പടച്ചോനെ, എൻ്റെ മക്കളിൽ നിന്ന് എനിക്ക് നീ നല്ലത് തരണമേ. 40 വയസ്സായ മനുഷ്യൻ തന്റെ ഒരു ഭാഗത്ത് തന്റെ മാതാപിതാക്കളെ ചേർത്ത് പിടിക്കുമ്പോൾ തന്റെ മറുഭാഗത്ത് തന്റെ മക്കളെ ചേർത്ത് പിടിച്ചുകൊണ്ട് സമാധാനത്തിന്റെ ജീവിതം. അപ്പൊ നമ്മളൊക്കെ പ്രശ്നം എന്താ അറിയോ? മാതാപിതാക്കളെ ചേർത്ത് പിടിച്ചാൽ ഭാര്യയും മക്കളും അല്ലെങ്കിൽ ഭർത്താവും മക്കളും ഇല്ലാതാവും. ആ കുടുംബത്തെ ചേർത്ത് പിടിച്ചാൽ ബാപ്പാനെയും മാനെയും ഒഴിവാക്കിയെന്ന് ആൾക്കാർ പറയാം. ഇത് രണ്ടുമല്ലാതെ മാതാപിതാക്കളെയും മക്കളെയും ചേർത്ത് പിടിച്ചുകൊണ്ട് നല്ല മനസ്സോടുകൂടി ജീവിക്കുന്ന ഒരു മനുഷ്യന്റെ ചിത്രമാണ് പ്രിയപ്പെട്ടവരെ പടച്ചതമ്പുരാൻ വിശുദ്ധ ഖുർആനിലൂടെ നമ്മളെ പഠിപ്പിക്കുന്നത്. ഒരു കാര്യം, ഞാൻ വിഷയത്തിന്റെ ഒരുപാട് സമയമില്ലാത്തത് കൊണ്ട് തന്നെ ഞാൻ ആ വിഷയത്തിന്റെ അവസാന ഭാഗത്തേക്ക് പ്രവേശിക്കാൻ. ഒരുപാട് ഈ വിഷയത്തെ പരത്തി പറഞ്ഞ് മനസ്സിലാക്കേണ്ട ആളുകളല്ല നിങ്ങൾ. കാര്യത്തിന്റെ ഗൗരവം ശരിക്കും അറിയുന്ന ആളുകളാണ് നിങ്ങൾ. അതുകൊണ്ട് തന്നെ എൻ്റെ പ്രിയപ്പെട്ടവരെ, നമ്മൾ ഓരോരുത്തരും മനസ്സിലാക്കുക, അല്ലാഹു സുബ്ഹാനഹു വ തആല എന്തിനാണ് നമ്മളെ ഈ ഭൂമിയിൽ മനുഷ്യനായി സൃഷ്ടിച്ചത്? മന്ത്രിമാരാവാനാണോ? ഡോക്ടർമാരാവാനാണോ? അധ്യാപകരാവാനാണോ? പണക്കാരനാവാനാണോ? സുഖിക്കാനാണോ? എന്തിനാ അല്ലാഹു നമ്മളെ സൃഷ്ടിച്ചത്? നമ്മുടെയൊക്കെ മദ്രസകളിൽ ആദ്യ ക്ലാസ്സിൽ പഠിക്കുന്ന കൊച്ചുകുട്ടി പോലും ഓതുന്ന ഒരായത്തുണ്ട്, വമാ ഖലഖ്തുൽ ജിന്ന വൽ ഇൻസ ഇല്ലാ ലിയഅ്ബുദൂൻ. നമ്മളെ അല്ലാഹു ഈ ഭൂമിയിൽ സൃഷ്ടിച്ചത് അല്ലാഹുവിനെ ആരാധിച്ചു ജീവിക്കാനാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് നിശ്ചയിച്ചു തന്ന ആയുസ്സുണ്ടല്ലോ, ആ ആയുസ്സിന്റെ ഇടയ്ക്ക് അല്ലാഹുവിനെ ആരാധിക്കുവാനുള്ള റബ്ബിന്റെ കൽപ്പന ജീവിതത്തിൽ പാലിച്ചുകൊണ്ട് മരണം വരെ ജീവിക്കുക. അതാണ് നമ്മുടെ ബാധ്യത. നമ്മളൊക്കെ പലപ്പോഴും മറന്നുപോകുന്ന ഒരു സംഗതിയുണ്ട്. നമ്മളൊക്കെ മനസ്സിലാക്കിയത് ജീവിതത്തിന്റെ തിരക്കുകൾക്കിടയിൽ സമയമുണ്ടെങ്കിൽ നടത്തേണ്ട ഒരു കർമ്മമാണ് ആരാധന എന്ന് നമ്മളൊക്കെ തെറ്റിദ്ധരിച്ചു പോയി. എങ്ങനെ? ജീവിതത്തിന്റെ തിരക്കുകൾക്കിടയിലെ നേരണ്ടെങ്കിൽ നിസ്കരിച്ചാൽ മതി, സമയമുണ്ടെങ്കിൽ സക്കാത്ത് കൊടുത്താൽ മതി, ഒഴിവുണ്ടെങ്കിൽ നോമ്പ് നോറ്റാൽ മതി. ജീവിതമാണ് പ്രധാനം, ആരാധന അതിന്റെ ഇടയിലെ 2ാം സ്ഥാനത്തേക്ക് മാറ്റിവെക്കപ്പെട്ടവരാണ്. ഞാന് ഈ കല്യാണം കഴിഞ്ഞ പെൺകുട്ടികൾക്ക്, വിവാഹിതരായ പെൺകുട്ടികൾക്ക് വേണ്ടിയുള്ള ഒരു ക്ലാസ്സിലെ ഞാൻ ആ പെൺകുട്ടികളോടൊരു ചോദ്യം ചോദിച്ചേ, അല്ല മക്കളെ, നിങ്ങളുടെ കല്യാണത്തിന്റെ ദിവസം ളുഹർ നിസ്കാരം നിസ്കരിച്ച എത്ര കുട്ടികൾ ഈ കൂട്ടത്തിലുണ്ട്? കല്യാണത്തിന്റെ അന്ന് ഉച്ചക്ക് കല്യാണം, ആ കല്യാണത്തിന്റെ അന്ന് ളുഹർ നിസ്കാരം നിസ്കരിച്ച എത്ര കുട്ടികൾ ഈ കൂട്ടത്തിലുണ്ട്? അപ്പൊ ഒരു പെൺകുട്ടി പറഞ്ഞു, സാറേ, ളുഹർ മാത്രല്ല, അതിന്റെ തലേ ദിവസത്തെ മഗ്രിബ് നിസ്കാരം നിസ്കരിച്ചിട്ടില്ല. കാരണം കയ്യിലാകെ വൈകുന്നേരം മൈലാഞ്ചി ഇട്ടത് കൊണ്ട് ആ നിസ്കാരം നിസ്കരിക്കാനായില്ല. യശാ നമസ്കാരവും നിസ്കരിച്ചില്ല, അതും മൈലാഞ്ചി ചുവപ്പിലായിരുന്നു. പിന്നെ ആഘോഷത്തിന്റെ ആർഭാടമായിരുന്നു. രാത്രി ഏറെ വൈകിയാണ് കിടന്നത്, സുബൈക്ക് എണീറ്റില്ല. നേരം വൈകി എണീറ്റ് ഉമ്മ വിളിച്ചുണർത്തിയിട്ട് പറഞ്ഞത്, ഓഡിറ്റോറിയത്തിലേക്ക് പോകാൻ സമയമായി, വേഗം എഴുന്നേൽക്ക്, മാറ്റാനുള്ള ആളുകൾ വന്നിട്ടുണ്ട്. അന്ന് സുബൈ നിസ്കരിച്ചില്ല. പിന്നെ ഡ്രസ്സൊക്കെ മാറി
മേക്കപ്പ് ഇട്ട് കല്യാണ ഹാളിലേക്ക് പോയി. ളുഹറിന്റെ സമയത്തും അസറിന്റെ സമയത്തും കല്യാണ ഹാളിലായിരുന്നു, നിസ്കാരം ഉണ്ടായിട്ടില്ല. അസറിന്റെ ശേഷം ഭർത്താവിന്റെ വീട്ടിലേക്ക് പോയി. ആ വീട്ടിലെത്തിയപ്പോൾ മഗ്രിബ് കഴിഞ്ഞിരുന്നു, നിസ്കരിച്ചിട്ടില്ല. ഭർത്താവിന്റെ ബന്ധുക്കളും സുഹൃത്തുക്കളും കൂടിയിരിക്കുന്ന ആ വീട്ടിലേക്കാണ് ചെന്നത്. ഏറെ വൈകിയാണ് ബന്ധുക്കളൊക്കെ പിരിഞ്ഞു പോയത്. ഇശാ നമസ്കരിച്ചിട്ടില്ല. പ്രിയപ്പെട്ടവരെ, അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരു മനുഷ്യന്റെ ജീവിതത്തിൽ നൽകുന്ന ഒരു വലിയ നിഅമത്തല്ലേ തന്റെ പ്രിയപ്പെട്ട മക്കളെ 4 ആള് കാണെ ആ മക്കളെ കല്യാണം കഴിച്ച് പറഞ്ഞേക്കാന്നില്ലേ ഒരു ചെറിയ കാര്യമായിട്ട് നിങ്ങൾക്ക് തോന്നിയിട്ടുണ്ടോ? ഞാൻ എൻ്റെ മോളെ കല്യാണം ഒരാളോട് പറഞ്ഞപ്പോ അയാൾ പറഞ്ഞ മറുപടി എന്താ അറിയോ? ഒരു മക്കളെ കല്യാണമൊക്കെ 4 ആളെ വിളിച്ച് നടത്തണമെങ്കിൽ നല്ല ഭാഗ്യം വേണമെന്ന്. എനിക്കത് മനസ്സിലായില്ല. അയാൾ എന്താ പറഞ്ഞ്? അപ്പൊ അയാളെ കൂടെയുള്ള ആള് എനിക്ക് വിശദീകരിച്ചെന്ന് നിങ്ങൾക്ക് മനസ്സിലായോ? ഇല്ല. ഇദ്ദേഹം ധനികനാണ്, ഒരൊറ്റ മകളുള്ളൂ. ആ മകൾക്ക് വേണ്ടിയാണ് സമ്പാദിച്ചതൊക്കെ. ആ മകളായിരുന്നു സ്വപ്നം നിറയെ. പക്ഷേ ഒരുപാട് കല്യാണങ്ങൾ കൊണ്ടുവന്നു, മകള് സമ്മതിച്ചില്ല. ഒരിക്കൽ രാവിലെ നേരം പുലർന്നപ്പോ വീട്ടിൽ മകളില്ല, മകൾ ഇറങ്ങിപ്പോയിട്ടുണ്ട്. പിന്നെ കേൾക്കുന്നത് ഒരുത്തനെ കല്യാണം കഴിച്ച് അതേ നാട്ടിൽ ഒരു ലോഡ്ജിൽ റൂം എടുത്ത് ആ മകളും അവരുടെ ഭർത്താവും പാർക്കുന്നുണ്ട്. ബാപ്പയെ വെല്ലുവിളിച്ച്. നമുക്കറിയാലോ, എന്റെ പെൺകുട്ടികളൊക്കെ ഒന്ന് കേൾക്കണം കേട്ടോ. അതിന് ബാപ്പാന്റെ ഇഷ്ടം എന്തിനാ, ഉമ്മാന്റെ ഇഷ്ടം എന്തിനാ? ഞാൻ കല്യാണം കഴിക്കും, എനിക്ക് എന്റെ കൂട്ടുകാരുണ്ട്, എന്നെ സഹായിക്കാൻ ആളുണ്ട് എന്നൊക്കെ പറഞ്ഞ് ചില പെൺമക്കൾ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോയിട്ട് അവർ വിവാഹിതരാവാറുണ്ട്. പ്രിയപ്പെട്ട മക്കളെ, നിങ്ങൾക്കറിയോ, ഒരു പെൺകുട്ടി, ഒരു ഉമ്മ പ്രസവിക്കുന്നത് പെൺകുട്ടിയാണെങ്കിൽ ആ കുട്ടി ജനിച്ച അന്ന് മുതൽ ആ ഉമ്മയുടെ മനസ്സിൽ, ആ ബാപ്പയുടെ മനസ്സിൽ ആ പെൺകുട്ടി ഒരു പുതുമണവാട്ടിയായി വിവാഹ പന്തലിൽ നിന്നിറങ്ങുന്ന ആ കാഴ്ച സ്വപ്നം കണ്ട് പിന്നെ അവർ ഉറങ്ങിയിട്ടുള്ളൂ. അതിനവർക്ക് പണം തടസ്സമായിട്ടില്ല. മകളുടെ കല്യാണത്തിന് വേണ്ടിയാവാം ഒരുപക്ഷെ ജീവിതത്തിൽ നിങ്ങളുടെ ഉപ്പമാർ ഏറ്റവും ഏറെ അധ്വാനിച്ചതും പണം സമ്പാദിച്ചതും ചെലവഴിച്ചതും മാനസികമായി സങ്കടപ്പെട്ടതും ആ വിവാഹത്തിന് വേണ്ടിയാവാം. അത്രയും സ്വപ്നം കണ്ട് കാത്തിരിക്കുന്ന ആ മാതാപിതാക്കളുടെ സ്വപ്നങ്ങൾക്ക് ചിതയൊരുക്കി ആ സ്വപ്നങ്ങളെ കത്തിച്ച് ചാമ്പലാക്കി ഇഷ്ടപ്പെട്ടവന്റെ കൂടെ എന്ന് പറഞ്ഞ് ഇറങ്ങിപ്പോകുമ്പോ നിങ്ങൾ ചെയ്യുന്ന ക്രൂരത ആ മാതാപിതാക്കളുടെ നെഞ്ചിൽ നിങ്ങൾ ഉണ്ടാക്കുന്ന മുറിവുണ്ടല്ലോ, ആ മുറിവുണക്കാൻ ലോകത്തിലെ ഒരൗഷധങ്ങൾക്കും ആവുകയില്ല എന്ന് എന്റെ പ്രിയപ്പെട്ട മക്കൾ തീർച്ചയായിട്ടും തിരിച്ചറിഞ്ഞിരിക്കണം. അതുകൊണ്ട് തന്നെ ഞാൻ തിരിച്ചെന്റെ വിഷയത്തിലേക്ക് വരട്ടെ. ഈ മാതാപിതാക്കൾ, അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളെ സൃഷ്ടിച്ചത് അല്ലാഹുവിനെ ആരാധിച്ച് ജീവിക്കാനാണ്. അത് അല്ലാഹു തആല ഖുർആനിൽ പലവട്ടം നമ്മളോട് കൽപ്പിക്കുന്നുണ്ട്. പക്ഷേ പ്രിയപ്പെട്ടവരെ, അല്ലാഹുവിനെ ആരാധിച്ച് ജീവിക്കുക എന്ന ഈ പ്രപഞ്ചത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട കൽപ്പന, ആ കൽപ്പനയുടെ തൊട്ടുകൂടെ, ആ കൽപ്പനയുടെ കൂടെ അല്ലാഹു തആല പറയുന്ന രണ്ടാമത്തെ കൽപ്പന, അതിനെപ്പറ്റി ഞാൻ സംസാരിക്കണേ, കേട്ടോളിട്ടോ. വഖലാ റബ്ബുക, ഖല എന്ന വാക്കിന്റെ അർത്ഥം വിധിച്ചു. ഇനി മാറ്റല്ല, അത് അള്ളാഹുവിന്റെ വിധിയാണ്, അള്ളാഹുവിന്റെ നിശ്ചയമാണ്, അള്ളാഹുവിന്റെ കൽപ്പനയാണ്, മാറ്റാൻ പാടില്ല. വഖലാ റബ്ബുക, നിന്റെ റബ്ബ് വിധിച്ചിരിക്കുന്നു. എന്താ വിധിച്ചത്? അല്ലാ തഅബുദു ഇല്ലാ ഇയ്യാഹു, അവനെ മാത്രമല്ലാതെ മറ്റൊന്നിനെയും മറ്റാരെയും നിങ്ങൾ ആരാധിക്കാൻ പാടില്ല. നിങ്ങളുടെ ആരാധനകൾ, പ്രാർത്ഥനകൾ, സഹായാർത്ഥനകൾ, നേർച്ചകൾ, ആരാധനകളുമായി ബന്ധപ്പെട്ട മുഴുവൻ കാര്യങ്ങളും പടച്ച റബ്ബിനല്ലാതെ മറ്റൊന്നിന്റെ നേരെയും നിങ്ങൾ ചെയ്യാൻ പാടില്ല. ഈ പ്രപഞ്ചത്തിലെ മനുഷ്യരോടുള്ള പടച്ച റബ്ബിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട കൽപ്പന വഖലാ റബ്ബുക അല്ലാ തഅബുദു ഇല്ലാ ഇയ്യാഹു. ആ കൽപ്പനയുടെ തൊട്ട് താഴെയല്ല, ആ കൽപ്പനയുടെ തൊട്ടടുത്ത് അതിനോട് ചേർന്നുകൊണ്ട് അള്ളാഹു പറയുന്ന രണ്ടാമത്തെ കൽപ്പന എന്താ നിങ്ങൾക്കറിയോ? എന്താണ് ആ കൽപ്പന? വബിൽ വാലിദൈനി ഇഹ്സാന, വബിൽ വാലിദൈനി ഇഹ്സാന, മാതാപിതാക്കളോട് ഇഹ്സാനോടുകൂടി വർത്തിക്കണമെന്നും മാതാപിതാക്കളോട് ഇഹ്സാനോടുകൂടി നീ പ്രവർത്തിക്കണമെന്നും നിന്റെ റബ്ബ് വിധിച്ചിരിക്കുന്നു. നോക്കൂ നിങ്ങൾ, അള്ളാഹുവിനെ മാത്രം ആരാധിക്കുക എന്ന പ്രപഞ്ചത്തിലെ ഏറ്റവും പരമപ്രധാനമായ ആ കൽപ്പനയോട് ചേർത്തുകൊണ്ട് അല്ലാഹു തആല പറയുന്നത് മാതാപിതാക്കൾക്ക് ഇഹ്സാൻ ചെയ്യണമെന്നും റബ്ബ് നിന്നോട് കൽപ്പിച്ചിരിക്കുന്നു. മാതാപിതാക്കളെ തിരിഞ്ഞു നോക്കാതെ, മാതാപിതാക്കളെ പരിഗണിക്കാതെ, സംരക്ഷിക്കാതെ 5 നേരം പള്ളിയിൽ ഒന്നാമത്തെ സഫ്
സഫിൽ നിസ്കരിക്കാനൊക്കെ വരുന്ന ചില ചെറുപ്പക്കാരെ നമ്മൾ കാണാറുണ്ട്. ബാപ്പാനെ കണ്ടിട്ട് കാലങ്ങളായി, ഉമ്മാന്റെ അടുത്ത് പോയിട്ട് കാലങ്ങളായി, അവരോട് മിണ്ടാറില്ല, സംസാരിക്കാറില്ല, അവരുടെ വിശേഷങ്ങൾ അന്വേഷിക്കാറില്ല, രോഗവിവരങ്ങൾ അന്വേഷിക്കാറില്ല. അത്തരം ആളുകളും മാന്യന്മാരായിട്ട് ഈ ലോകത്ത് ജീവിക്കാറുണ്ട്. പ്രിയപ്പെട്ടവരെ, എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരാ, എന്റെ പ്രിയപ്പെട്ട മക്കളെ, മനസ്സിന്റെ ചുമരിൽ കൊത്തിവെക്കുക. അള്ളാഹുവിന്റെ തൃപ്തി നേടിയിട്ടില്ലെങ്കിൽ ഈ ഭൂമിയിലെ ജീവിതത്തിൽ അള്ളാഹുവിന്റെ തൃപ്തി നേടാൻ നമുക്ക് പറ്റിയിട്ടില്ലെങ്കിൽ നാളത്തെ നമ്മുടെ കേന്ദ്രം നരകമാണ് കേട്ടോ. പണമോ വിദ്യാഭ്യാസമോ അധികാരങ്ങളോ സുഹൃത്തുക്കളോ ആ നരകത്തിൽ നിന്ന് നമ്മളെ കാക്കുകയില്ല. അള്ളാഹുവിന്റെ തൃപ്തി നേടിയേ പറ്റൂ. ആ തൃപ്തിയെ കുറിച്ച് അള്ളാഹുവിന്റെ ഹബീബ് പറഞ്ഞത്, അള്ളാഹുവിന്റെ തൃപ്തി എന്ന് പറയുന്നത് അത് മാതാപിതാക്കളുടെ തൃപ്തിയിലാണ്. അള്ളാഹുവിന്റെ കോപം എന്ന് പറയുന്നത് മാതാപിതാക്കളുടെ കോപത്തിലാണ്. പ്രിയപ്പെട്ടവരെ, നമ്മുടെ മാതാപിതാക്കളെ നന്മകൾ കൊണ്ട്, സഹവർത്തിത്വം കൊണ്ട്, നല്ലതുകൊണ്ട്, നല്ല പെരുമാറ്റത്തിലൂടെ ആ മാതാപിതാക്കളെ തൃപ്തിപ്പെടുത്താൻ നമുക്കായിട്ടില്ലെങ്കിൽ ഏതു പള്ളിയിൽ എത്ര കൊല്ലം എവിടെ പോയി നിങ്ങൾ ഇഅ്തികാഫിരുന്നാലും, എത്ര ഹജ്ജും ഉംറയും നിങ്ങളുടെ കണക്കിലുണ്ടായാലും, നിങ്ങളുടെ മാതാപിതാക്കളോട് ചെയ്യേണ്ട കടമകൾ നിർവഹിക്കാൻ സാധിക്കുന്നില്ലെങ്കിൽ ഈ അമലുകൾ അള്ളാഹുവിന്റെ അടുക്കൽ ഫലം കാണാതെ പോകുമെന്ന് എന്റെ പ്രിയപ്പെട്ടവരെ നമ്മൾ മനസ്സിലാക്കണം. നോക്കൂ, നിങ്ങൾ തൗഹീദുമായി ബന്ധപ്പെടുത്തിയാണ് മാതാപിതാക്കളെ പറ്റി റബ്ബ് പറഞ്ഞതിൽ അള്ളാഹുവിനെ മാത്രം ആരാധിക്കണം, മാതാപിതാക്കളെ നല്ല നിലക്ക് നോക്കണം. ഇതാണ് മനുഷ്യരോടുള്ള കൽപ്പന. നോക്കൂ, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ഒരാൾ വന്ന് ചോദിക്കുന്നുണ്ട്, അള്ളാഹുവിന്റെ റസൂലേ, ഈ ലോകത്ത് ഒരു മനുഷ്യൻ ചെയ്യുന്ന ഏറ്റവും വലിയ തെറ്റ് ഏതാണ്? മനുഷ്യന്റെ ഭാഗത്ത് സംഭവിക്കുന്ന ഏറ്റവും വലിയ തെറ്റ് ഏതാണ്? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ശിർക്കാണ്, അല്ലാഹുവിൽ പങ്കു ചേർക്കലാണ്. അല്ലാഹുവേ എന്ന് വിളിക്കേണ്ട ഒരു പ്രാർത്ഥനയിൽ അല്ലാഹുവേ എന്ന് വിളിക്കേണ്ടിടത്ത് അല്ലാഹുവിന്റെ ഒരു സൃഷ്ടിയുടെ പേര് മനുഷ്യനോ ജിന്നോ മലക്കോ മരമോ കല്ലോ ചിത്രമോ എന്താവാം, അല്ലാഹുവേ എന്ന് വിളിക്കേണ്ടിടത്ത് അല്ലാഹുവിന് പകരം ഒരാളെ വിളിച്ചാൽ ആരാധനയുടെ ഒരു ചെറിയ തരിയെങ്കിലും ആ വഴിക്ക് നീങ്ങിപ്പോയാൽ ആ ശിർക്കാണ് ഈ ഭൂമിയിലെ ഏറ്റവും കൊടിയ പാതകം. ആ ശിർക്ക് ചെയ്തവർക്ക് സ്വർഗം നിഷിദ്ധമാണ്, അവൻ നരകം ഉറപ്പാണ്, ഒരു കാലത്തും നരകത്തിൽ നിന്ന് രക്ഷപ്പെടുകയില്ല. ശിർക്കാണ് ഏറ്റവും വലിയ കുറ്റം. രണ്ടാമതായി അയാൾ വീണ്ടും ചോദിച്ചു, അള്ളാഹുവിന്റെ ഹബീബേ, ശിർക്ക് കഴിഞ്ഞാൽ പിന്നെ ഏറ്റവും വലിയ പാപം ഏതാണ്? കേൾക്കണം നിങ്ങൾ, എന്റെ പ്രിയപ്പെട്ട മക്കളെ, കേൾക്കണം നമ്മൾ. ശിർക്ക് കഴിഞ്ഞാൽ ലോകത്തിലെ ഏറ്റവും വലിയ പാപം ഏതാണ് എന്ന് ചോദിച്ചപ്പോ കൊലപാതകമാണെന്നല്ല പറഞ്ഞത്, വ്യഭിചാരമാണെന്നല്ല പറഞ്ഞത്, ലഹരി എന്നല്ല പറഞ്ഞത്. അള്ളാഹുവിന്റെ ഹബീബ് പറഞ്ഞത് മാതാപിതാക്കളെ ദ്രോഹിക്കലാണ്. മാതാപിതാക്കളെ ദ്രോഹിക്കലാണ് ആ ശിർക്ക് കഴിഞ്ഞാൽ ഏറ്റവും കൊടിയ പാതകമെന്ന്. നോക്കൂ, അള്ളാഹുവിന് ഏറ്റവും ഇഷ്ടപ്പെട്ട കർമ്മം ഏതാണ് എന്ന് ചോദിക്കുമ്പോൾ അള്ളാഹുവിന്റെ റസൂല് പറഞ്ഞത് ഒന്ന് നിസ്കാരമാണ്. രണ്ടാമത്തേത് ചോദിച്ചപ്പോൾ അള്ളാഹുവിന്റെ റസൂല് പറഞ്ഞത് ബിർറുൽ വാലിദൈൻ, നിന്റെ മാതാപിതാക്കളോട് പുണ്യം ചെയ്യലാണ്. മൂന്നാമത്തേത് ചോദിച്ചപ്പോൾ അള്ളാഹുവിന്റെ ഹബീബ് പറഞ്ഞത് അള്ളാഹുവിന്റെ മാർഗത്തിലെ ജിഹാദാണ്. ഈ ലോകത്ത് എനിക്കും നിങ്ങൾക്കും ചെയ്യാൻ പറ്റുന്ന ഏറ്റവും വലിയ സൽക്കർമ്മം ഒന്ന് അസ്സലാത്തു ഫീ വഖ്തിഹാ, സമയത്ത് നിസ്കരിക്കുക. രണ്ടാമത്തേത് ബിർറുൽ വാലിദൈൻ, മാതാപിതാക്കളോട് നല്ലത് ചെയ്യുക. മൂന്നാമത്തേത് അൽ ജിഹാദു ഫീ സബീലില്ലാ. നമ്മളൊക്കെ ജിഹാദിന്റെ പേരിൽ അങ്ങനെ തിളച്ചു മറിയുന്ന ഒരു ജനതയാണ്. ജിഹാദിലേക്ക് ചെറുപ്പക്കാരെ വിളിക്കുന്ന ചില പ്രസ്ഥാനങ്ങളെ നമ്മൾ കാണാറുണ്ട്. പ്രിയപ്പെട്ടവരെ, നമ്മുടെ വീടുകളിൽ നമ്മുടെ സഹായം ആവശ്യമാവുന്ന, നമ്മുടെ നോട്ടം ആവശ്യമാവുന്ന, നമ്മുടെ പിന്തുണ ആവശ്യം വരുന്ന, നമ്മുടെ താങ്ങ് വേണ്ടി വരുന്ന, നമ്മുടെ പ്രിയപ്പെട്ട വാർദ്ധക്യത്തെത്തിയ മാതാപിതാക്കളുണ്ടല്ലോ, ആ മാതാപിതാക്കളെ സംരക്ഷിക്കുന്നതിനേക്കാൾ വലിയ ഒരു ജിഹാദ് ഈ ലോകത്തില്ല എന്ന് അള്ളാഹുവിന്റെ ഹബീബ് പഠിപ്പിച്ചിട്ടുണ്ട്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുത്ത് വന്നിട്ട് ഒരാൾ പറയുന്നു, എനിക്ക് ഹിജ്റ പോകണം, അള്ളാഹുവിന്റെ മാർഗത്തിൽ യുദ്ധം ചെയ്യണം. റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ അദ്ദേഹത്തോട് ചോദിച്ചത്, നിന്റെ വീട്ടിൽ ആരാള്ളത്? വാപ്പിമ്മിണ്ട്, വയസ്സായിട്ടുണ്ട്, ആരാ നോക്കല്? ഞാനാണ് നോക്കല്. നീ പോയാൽ ആരാണ് അവരെ നോക്കുക? നീ ഹിജ്റ പോയാൽ, നീ യുദ്ധത്തിന് പോയാൽ മാതാപിതാക്കളെ ആര് നോക്കും? അയാൾ പറഞ്ഞു, ബന്ധുക്കളും അയൽക്കാരും നോക്കും. അള്ളാഹുവിന്റെ റസൂൽ പറഞ്ഞു, പോരാ, നീ പോകണം, നീ പോയിട്ട് നിന്റെ മാതാപിതാക്കളെ പരിചരിക്കണം.
ആ മാതാപിതാക്കളെ പരിചരിക്കുന്നതാണ് നിന്റെ ജിഹാദെന്ന് അള്ളാഹുവിന്റെ റസൂൽ പഠിപ്പിക്കുക. ചില ആൾക്കാർ പറയും, അത് മൗലവി നിങ്ങൾ പറയും പോലെ നല്ല എന്റെ വാപ്പാനിമാരെയൊക്കെ നോക്കലേ നല്ല പണിയാ, ഭയങ്കര ചന്നിയാണ്, എന്തു പറഞ്ഞാലും എതിരെ പറയുള്ളൂ, വേണ്ടാന്ന് പറഞ്ഞതേ ചെയ്യുള്ളൂ, ദേഷ്യം പിടിപ്പിക്കും, വാപ്പാനിമാരി നോക്കലേ ഭയങ്കര പണിയാണ്. പൊന്നാര സഹോദര, ശത്രുവിനെതിരെ വാളുകൾക്കിടയിലൂടെ ജീവൻ പണയം വെച്ച് അള്ളാഹുവിന്റെ ദീനിനു വേണ്ടി പൊരുതുന്ന പോരാട്ടമുണ്ടല്ലോ, ആ പോരാട്ടത്തിന്റെ മേലെയുള്ള സ്ഥാനമാണ് നമ്മുടെ വാപ്പാനിമാനി നോക്കിയാൽ നമുക്ക് തരാമെന്ന് റബ്ബുൽ ഇസ്സത്ത് വാക്ക് തന്നത്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, നമ്മുടെ മാതാപിതാക്കളെ അവഗണിച്ചിട്ട് അവരെ മാറ്റിവെച്ചിട്ട് വാക്കുകൊണ്ടോ നോക്കുകൊണ്ടോ അവരെ വേദനിപ്പിച്ചിട്ട് ഈ ലോകത്തോ നാളെ പരലോകത്തോ യാതൊന്നും നേടാനില്ലെന്ന് എന്റെ വിഷയത്തിന്റെ അടിക്കുറിപ്പായിട്ട് ഞാൻ എഴുതി വെക്കട്ടെ. അതുകൊണ്ട് മറക്കരുത്, ആ മാതാപിതാക്കളുടെ തൃപ്തിയിലാണ് നമ്മുടെ തൃപ്തി. ആ മാതാപിതാക്കളുടെ അവരോട് നമ്മൾ നന്ദികേട് കാണിച്ചാൽ റബ്ബ് നമ്മളോട് പൊറുക്കുകയില്ല. മാത്രമല്ല, അതിന്റെ കൂടെ നമ്മൾ ചേർത്ത് വെക്കേണ്ട മറ്റൊരു കാര്യം കൂടിയുണ്ട്. മാതാപിതാക്കളോട് എങ്ങനെയാണ് നമ്മൾ പെരുമാറേണ്ടത്, നിന്റെ മാതാപിതാക്കളോട് പെരുമാറേണ്ടതിന്റെ മഹത്വം പഠിപ്പിച്ചിട്ട് ആ മാതാപിതാക്കളോട് എങ്ങനെ പെരുമാറണമെന്ന് പഠിപ്പിക്കുമ്പോൾ 1 എന്ന് നമ്പർ ഇട്ട് ആ 1ാമത്തെ നമ്പറായി റബ്ബ് പറയുന്ന കൽപ്പന താരങ്ങള്, നിന്റെ ബാപ്പാക്ക് എല്ലാ ഞായറാഴ്ചയും കുഴിമന്തി വാങ്ങിക്കൊടുക്കണം, ഉമ്മാക്ക് എല്ലാ ഞായറാഴ്ചയും ബ്രോസ്റ്റ് വാങ്ങിക്കൊടുക്കണം എന്നല്ല പടച്ചോൻ പറഞ്ഞ്. ബാപ്പാനെയും ഉമ്മാനിങ്ങള് ഏറ്റവും വില കൂടിയ ആശുപത്രി കൊണ്ടോടെന്നല്ല പറഞ്ഞ്. മാതാപിതാക്കളെ പറ്റി പറഞ്ഞപ്പോ റബ്ബിന്റെ നിർദ്ദേശം എല്ലാ മക്കളും, ഇവിടെ ഇരിക്കുന്ന മാതാപിതാക്കളൊക്കെ മക്കളാണല്ലോ, നമുക്കൊക്കെ വാപ്പിമ്മില്ലേഞ്ഞോ, നമ്മളൊക്കെ മക്കളാ. അതുകൊണ്ട് എല്ലാ മക്കളും ഒന്ന് കേൾക്കുക. റബ്ബ് പറയണേ, വലാ തഖുല്ലഹുമാ ഉഫിൻ വലാ തഖുല്ലഹുമാ ഉഫിൻ വലാ തൻഹർഹുമാ വഖുല്ലഹുമാ ഖൗലൻ കരീമാ. അതാ 1ാമത്തെ കൽപ്പന. ബാപ്പാക്ക് ബിരിയാണി വാങ്ങി കൊടുക്കണം എന്നല്ല, ഉമ്മാക്ക് മന്തി വാങ്ങി കൊടുക്കണം എന്നല്ല. വലാ തഖുല്ലഹുമാ ഉഫിൻ, നിന്റെ മാതാപിതാക്കളോട് വെറുപ്പിന്റെ ഒരു വാക്ക്, അവരെ വേദനിപ്പിക്കുന്ന, സങ്കടപ്പെടുത്തുന്ന, അവരെ പ്രയാസപ്പെടുത്തുന്ന ഒരു വാക്ക് നീ അവരോട് പറഞ്ഞുകൂടാ. എന്റെ പ്രിയപ്പെട്ടവരെ, നിങ്ങൾക്ക് ആർക്കെങ്കിലും ഒക്കെ ബാപ്പിയും വയസ്സായ അമ്മയും ബാപ്പിയും ജീവിച്ചിരിപ്പുണ്ടെങ്കിലേ ആ അമ്മയും ബാപ്പിയും നമ്മളിൽ നിന്ന് അനുഭവിച്ച ഏറ്റവും വലിയ വേദന എന്താണെന്ന് നിങ്ങൾ അന്വേഷിക്കണം. നമ്മൾ ഉമ്മാനെയും ബാപ്പാനെ അടിച്ചിട്ടില്ല. ഈ കൂട്ടത്തിൽ ആരെങ്കിലും ഉമ്മാനെയും ബാപ്പാനെ അടിച്ചിക്കണോ? ഇല്ലല്ലോ. ഉമ്മാനെയും ബാപ്പാനെയും കല്ലെടുത്തെറിഞ്ഞിക്കണോ? ഇല്ലല്ലോ. ഉമ്മാനെയും ബാപ്പാനെയും കത്തി കൊണ്ട് വെട്ടിക്കണോ? ഇല്ലല്ലോ. അതിലൊന്നും നമ്മളെ വാപ്പാക്കും ബാക്കും ഒരു പരാതിയില്ല. പക്ഷേ നമ്മുടെ ബാപ്പാനെ അടുത്ത് വിളിച്ചിട്ട്, ഉമ്മാനെ അടുത്ത് വിളിച്ചിട്ട്, ഉമ്മ ബാപ്പ ഞാൻ എപ്പോഴെങ്കിലും നിങ്ങളെ ഒന്ന് വേദനിപ്പിച്ചിട്ടുണ്ടോ എന്ന് ആ മാതാപിതാക്കളോട് നിങ്ങൾ ആത്മാർത്ഥമായിട്ട് ചോദിച്ചു നോക്കേണ്ടി. കണ്ണ് നിറഞ്ഞുകൊണ്ട് ആ ഉമ്മ പറയും, മോനെ നീ അടിച്ചിട്ടില്ല, ചവിട്ടിയിട്ടില്ല, തൊഴിച്ചിട്ടില്ല, പട്ടിണി കിട്ടിയിട്ടില്ല, പക്ഷേ നിങ്ങളുടെ ചില വാക്കുകൾ, നീ പറഞ്ഞ ചില വാക്കുകൾ, നിന്റെ ഭാര്യയുടെ ചില വാക്കുകൾ, നിന്റെ മക്കളുടെ ചില വാക്കുകൾ, നിങ്ങൾ പറഞ്ഞ ചില വാക്കുണ്ടല്ലോ, ആ വാക്ക് താങ്ങാൻ കഴിഞ്ഞിട്ടില്ല, അത് ബാപ്പാക്ക് വലിയ സങ്കടമായിട്ടുണ്ട്, ഞാനും ബാപ്പിയും ഒരു രാത്രി മുഴുവനും ഉറങ്ങാതെ കരഞ്ഞിട്ടുണ്ട് എന്ന് നമ്മുടെ മാതാപിതാക്കള് നമ്മളോട് പറയുമ്പോഴാണ് പ്രിയപ്പെട്ടവരെ നമ്മുടെ വാക്കുകൾ അവരിൽ ഉണ്ടാക്കിയ വേദനകളുടെ ആഴം നമുക്ക് മനസ്സിലാക്കാൻ പറ്റുക. ഉമ്മാനെയും ബാപ്പാനെയും ചീത്ത പറയാന്നുള്ളത് ഏറ്റവും കടുത്ത കുറ്റ. നമ്മളൊക്കെ ബാപ്പാനെയും ഉമ്മാനെയും ചീത്ത പറയാത്ത ദിവസമുണ്ടോ? രാവിലെ വീട്ടിൽ നിന്ന് ഓഫീസിലേക്ക് പോകാൻ വേണ്ടി കാറിലേക്ക് കയറാൻ നേരത്തെ നമ്മുടെ വീട്ടുമുറ്റത്ത് കളിച്ചുകൊണ്ടിരിക്കുന്ന നമ്മുടെ കൊച്ചു കുട്ടിയോട് നമ്മൾ ചോദിക്കും, മോനെ ബാപ്പ പോവാട്ടോ, വൈകുന്നേരം വരാ, ബാപ്പ വരുമ്പോ എന്താ കൊണ്ടരന്റെ? കുട്ടി പറഞ്ഞ് എനിക്ക് മിഠായി വേണം, വെറും മിഠായി എന്നല്ല, ഓപ്പ ചോക്ലേറ്റിന്റെ ബ്രാൻഡിന്റെ പേരെന്താ പറയും, ആ മിഠായി വേണമെന്നാ പറയാ. ആയിക്കോട്ടെ ബാപ്പ കൊണ്ടുവരട്ടോ. ബാപ്പക്ക് ഒരു ഉമ്മാട്ടിക്ക. കുട്ടി ഓടി വന്നിട്ട് ബാപ്പാന്റെ കവളത്ത് ഉമ്മ വെക്കുമ്പോ ലോകം മുഴുവനും കിട്ടിയവനെ പോലെ സന്തോഷത്തോടെ നമ്മൾ കാറ് കയറുമ്പോ ഒരൊച്ച അപ്പുറത്തുണ്ട്, ഡാ ഡാന്ന്. ആ ഒച്ച കേൾക്കണേന് ദേശീയ ഉമ്മേണ്. എന്തേലും വണ്ടി മലി ഒപ്പിക്കാണ്ടാവും, എന്തേലും പറയാണ്ടാവും, അതിനാണ് വിളി. ഡാ ഉമ്മാക്കൊക്കെ നമ്മളെ വിളിക്കണേനെ പേടിയാ, അതുകൊണ്ട് ഉമ്മ പേടിച്ചാ വിളിക്കണേ. ഡാ എന്തേ ആ എന്തേന്റെ ഒക്കെ ഒരു കനത്രയറങ്ങള് എന്തേ പാവം അമ്മ അങ്ങോട്ട് ചൂളിപ്പോയി. വാതിൽ പൊളിയോട് ചേർന്ന് നിന്നുകൊണ്ടേ പേടിച്ച് ഉമ്മ പറഞ്ഞേ, മോനെ ഉമ്മാന്റെ ആ ഗുളിക തീർന്നു പോയിട്ടുണ്ട്, 4 ദിവസമായി തീർത്തിട്ട്, അതുകൊണ്ട് ബാപ്പ ഇനി മോൻ വരുമ്പോ ആ ഗുളിക ഒന്ന് കൊണ്ടുവരണം. ഞാൻ ആ ഗുളിക കുടിക്കണ്ടെന്ന് കരുതിനി, പക്ഷെ വേദന എങ്ങനെ വരുന്നുണ്ട്, 10 ഉറുപ്പ്യ ഉള്ളൂ, മോൻ ആ ഗുളിക ഒന്ന് വാങ്ങണ്ടിട്ടോ. നമ്മുടെ മകൻ വാങ്ങാൻ പറഞ്ഞ
ചോക്ലേറ്റിന്റെ 4/1 ഉമ്മാന്റെ ഒരു മാസത്തെ ഗുളികക്ക്. പക്ഷെ നമുക്ക് ദേഷ്യം വന്ന്, എന്തിനാ നിങ്ങൾക്ക് ഗുളിക? പറഞ്ഞാൽ കേൾക്കൂല, ഒരു ഭാഗത്ത് ഇരിക്കാൻ പറഞ്ഞാൽ ഇരിക്കൂല, കിടക്കാൻ പറഞ്ഞാൽ കിടക്കൂല, എപ്പോഴും എണീറ്റ് നടന്ന് കയ്യും കാലും വേദനയായി മനുഷ്യന്റെ പൈസ കളയാൻ വേണ്ടി എന്നൊക്കെ പറഞ്ഞ് പേരും ചീത്തല്ലേ. പാവമ്മ കൺകോണുകളിലെ കണ്ണുനീർത്തുള്ളികൾ നമ്മളാരും കാണാതിരിക്കാൻ തലയിലെ പുള്ളിത്തട്ടം കടിച്ചു പിടിച്ച് വാതിൽ പൊടിയിൽ പറ്റിപ്പിടിച്ച് അടുക്കള ഭാഗത്തെ പുക നിറഞ്ഞ മുറിയിലേക്ക് നമ്മുടെ ഉമ്മ നടന്നു പോകുന്നത് എത്ര വട്ടം നമ്മളൊക്കെ കണ്ടുകളില്ലേ. ആ ഒരു കണ്ണുനീർത്തുള്ളി ഈ ഭൂമിയിൽ വീണിട്ടുണ്ടെങ്കിൽ പ്രിയപ്പെട്ടവരെ, നാളെ പടച്ച റബ്ബിന്റെ മുമ്പിൽ രക്ഷപ്പെടാൻ ഇത്തിരി പ്രയാസപ്പെടേണ്ടി വരും. മക്കളെ കുറിച്ച് കൂടി പറയേണ്ടതുണ്ടായിരുന്നു, പക്ഷേ എന്റെ സമയം അവസാനിച്ചിട്ടുണ്ട്. എന്റെ ഭാഗ്യശേഷം വരുന്ന ആരെങ്കിലുമൊക്കെ ആ വിഷയം കൂടി പറഞ്ഞേക്കാം. എല്ലാ മക്കളോടും ഞാൻ പറയട്ടെ, നമ്മുടെ മാതാപിതാക്കൾ, നമ്മൾ കാരണം അവരുടെ കണ്ണ് നിറയരുത്. മാതാപിതാക്കളോട് ഒരു വാക്കുകൂടി നമ്മുടെ മക്കളെ ചേർത്ത് പിടിക്കണം കേട്ടോ. നമ്മളെ മക്കളെ പിഴപ്പിക്കാനും നശിപ്പിക്കാനും അവരെ ഇല്ലാതാക്കാനും അവരുടെ ചിന്തകളിൽ വിഷം കുത്തിവെക്കാനും നമ്മുടെ ചുറ്റുപാടുകളിൽ രാഷ്ട്രീയത്തിന്റെ പേരിൽ, സംസ്കാരത്തിന്റെ പേരിൽ, കലയുടെ പേരിൽ, വിദ്യാഭ്യാസത്തിന്റെ പേരിൽ വലിയ വലിയ പ്രവർത്തനങ്ങൾ നടക്കുന്നുണ്ട്. പ്രിയപ്പെട്ടവരെ, നമ്മുടെ മക്കൾക്ക് നമ്മളെ ഉള്ളൂ. ആ മക്കളെ ചേർത്ത് പിടിച്ച് നെഞ്ചോട് ചേർത്ത് വെച്ച് അവരുടെ കണ്ണുകളിൽ നോക്കി അള്ളാഹുവിന്റെ പ്രവാചകന്റെ ഒരു ഉപദേശമുണ്ട്. യാ ഉലാം, പ്രിയപ്പെട്ട മോനെ, നീ അള്ളാഹുവിനെ സൂക്ഷിക്കണം കേട്ടോ. എങ്കിൽ അള്ളാഹു നിന്നെ സൂക്ഷിക്കും. നമ്മുടെ മക്കൾക്ക് പറഞ്ഞു കൊടുക്കണം. ചെറുപ്പത്തിലെ നമ്മുടെ മക്കളുടെ മനസ്സിലേക്ക് നമ്മൾ കൊടുക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട അറിവ് റബ്ബിനെ കുറിച്ചുള്ള അറിവാകണം. ആ അറിവ് കൊടുക്കാതെ പോയാൽ നമ്മുടെ മക്കളെ ഈ കഴുകന്മാർ കൊത്തിയെടുക്കും. നമ്മൾ ഒരു ഉറുമ്പരിക്കുന്നത് പോലും ഇഷ്ടപ്പെടാത്ത നമ്മുടെ പെൺമക്കളുടെ മനോഹരമായ മേനികൾ കഞ്ചാവ് വലിച്ച് പുകഞ്ഞു നിൽക്കുന്നവന്റെ മടിത്തട്ടിൽ നമ്മുടെ മക്കൾ കിടന്നുറങ്ങുന്ന ദുരന്തങ്ങൾ കാണാതിരിക്കണമെങ്കിൽ നമ്മുടെ മക്കൾക്ക് ധാർമ്മികമായ പിന്തുണ കൊടുക്കാൻ നന്നായി ശ്രമിക്കുക. പടച്ച റബ്ബ് നമ്മളെ അനുഗ്രഹിക്കുമാറാവട്ടെ. വസല്ലല്ലാഹു അലാ മുഹമ്മദിൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.